ഹരേ കൃഷ്ണ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയായിരുന്ന മീരാഭായിയെക്കുറിച്ചാണ്. മീരാഭായിയുടെ ജനനമെന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് ആ സമയത്താണ്. 1498 മീരാഭായി ജനിച്ചതെന്ന് പറയുന്നു. അത് നമ്മുടെ ഇന്നത്തെ രാജസ്ഥാനിലെ മാർവാർ എന്നുള്ളൊരു സ്ഥലത്താണ് മീരാഭായിയുടെ ജനനമെന്ന് പറയുന്നു. മീരാഭായിയുടെ അച്ഛൻ്റെ പേര് രത്തൻ സിംഗ് എന്ന് പറയുന്നത്. ഒരു രാജകുടുംബത്തിലാണ് മീരാഭായി ജനിച്ചത്. എന്നാൽ ഒരു രാജകുമാരിയുടെ ഒരു ഭാവത്തിൽ ഒരിക്കലും മീരാഭായിയെ ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, മീരാഭായി രാജകുമാരി ആയിരുന്നു. ആ രാജകുമാരി പക്ഷേ ഏത് രാജാവിൻ്റെ പത്നിയായിരുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന രാജകുമാരൻ്റെ പത്നി എന്ന് സങ്കല്പിച്ചാണ് ആ മീരാഭായി തൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തത്. ആ രാജാവുമായിട്ട് ഭോജരാജ് സുസോദിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവുമായിട്ട് ആ മീരാഭായി വിവാഹമൊക്കെ കഴിച്ചുവെങ്കിലും ആ മീരാഭായിക്ക് അതിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മീരാഭായിക്ക് ആ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ പതിയായിട്ട് വേണമെന്നുള്ളതായിരുന്നു സങ്കല്പം. മീരാഭായിയുടെ സങ്കല്പത്തിലെന്നും ആ ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു മീരാഭായിയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അതിന് പറയുന്നൊരു കഥ, മീരാഭായിക്ക് 4 വയസ്സ് മാത്രമുള്ള സമയത്ത് ആ ഒരു വിവാഹ ഘോഷയാത്ര ആ നഗരത്തിൻ്റെ വീതിയിൽ കൂടെ പോകുന്നത് കണ്ടപ്പോൾ മീരാഭായി അമ്മയോട് ചോദിച്ചു, അമ്മേ, ദാ ആ പോകുന്ന വരനെ പോലെ എനിക്ക് എന്നാണ് ഒരു ഭർത്താവ് ഉണ്ടാവുക? എൻ്റെ ഭർത്താവ് ആരാണമ്മേ? ഒന്ന് പറഞ്ഞു തരാമോ അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ മീരാഭായിയുടെ അമ്മ മീരാഭായി ഇങ്ങനെ ഒഴിവാക്കി വിട്ടു. അതിന് ഉത്തരവൊന്നും പറയാണ്ട് ഇങ്ങനെ ഒഴിവാക്കി വിട്ടു. എന്നിട്ടൊന്നും വിടുന്നില്ല. മീരാഭായി അമ്മയുടെ പുറകെ നടന്ന് ശല്യം ഉണ്ടാക്കി. അമ്മ പറയൂ അമ്മേ, ആരാണ് എൻ്റെ ഭർത്താവ്? എനിക്കൊരു ഭർത്താവില്ലേ? എനിക്ക് ആരാണ് ഭർത്താവ്? 4 വയസ്സുള്ള കൊച്ചു കുട്ടിയാണ് ഓർക്കണം. അപ്പോൾ അമ്മ മടുത്തിട്ട് പറഞ്ഞു, ദാ ആയിരിക്കുന്ന കൃഷ്ണനെ കണ്ടോ? ആ കൃഷ്ണനാണ് നിന്റെ ഭർത്താവ്. ആ കൃഷ്ണനാണ് കേട്ടോ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ സമാധാനിപ്പിച്ചു. അന്ന് മുതൽ ആ മീരാഭായി ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ പതിയുടെ രൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് തൻ്റെ ഭർത്താവ് എന്നവള് ദൃഢമായി വിശ്വസിച്ചു. ഭഗവാന് മാലകളൊക്കെ ഉണ്ടാക്കി ചാർത്തുകയും ആ ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മീര എങ്ങനെ നടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മീരയ്ക്ക് വിവാഹപ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭോജരാജാവുമായിട്ട് വിവാഹമൊക്കെ നടത്തി കൊടുത്തു. പക്ഷേ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടല്ലോ, എൻ്റെ പതിയായിട്ട്, എൻ്റെ ഭർത്താവായിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇതുപോലൊരു മനുഷ്യനെ വിവാഹം കഴിക്കേണ്ട ആവശ്യമെന്നൊക്കെ ചോദിച്ചുവെങ്കിലും എൻ്റെ മുത്തച്ഛൻ്റെ നിർബന്ധപ്രകാരം ആ മീരാഭായിക്ക് ഭോജരാജാവിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ആ മുത്തച്ഛനും കൊച്ചുമോളായിട്ട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അപ്പം മുത്തച്ഛൻ പറയുന്ന ഒന്നും ധിക്കരിക്കാനായിട്ട് മീരാഭായിക്ക് സാധിക്കുകയായിരുന്നില്ല. അങ്ങനെ ആ മീരാഭായി ഭോജരാജാവിന് വിവാഹത്തിന് ശേഷം അവിടെ ആ ഭോജരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടുത്തെ പരദേവത എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. അപ്പോൾ രാജാവിൻ്റെ അമ്മായിയമ്മയും അവിടുത്തെ ആരൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞു, കൃഷ്ണനെ പൂജിക്കുന്നവർ കണ്ടു പറഞ്ഞു, ഇത് പറ്റില്ല കേട്ടോ, നമ്മുടെ പരദേവത എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് പൂജിക്കേണ്ടതെന്ന് മീരാഭായിയോട് പറഞ്ഞു. മീരാഭായിക്ക് കൃഷ്ണൻ ഒഴിഞ്ഞ് വേറെ ആരെയും പൂജിക്കാനായിട്ടിട്ട് താല്പര്യവുമില്ല. എല്ലാത്തിലും ഭഗവാനെ തന്നെയാണ് കാണുന്നത്. അവരോട് പറഞ്ഞു, ഇല്ല, ഈ ഭഗവാനിൽ തന്നെയാണ് ദുർഗയും ശിവനും എല്ലാവരും ഈ ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭഗവാനെ പൂജിക്കുന്നതുകൊണ്ട് അവരെ പൂജിക്കുന്നതിൻ്റെ ഫലമാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൂജാമുറി അടച്ചിരുന്ന് മീരാഭായി കീർത്തനങ്ങളൊക്കെ ചൊല്ലും, ഭഗവാനോട് സംസാരിക്കും, ഭഗവാന് നേദ്യങ്ങളൊക്കെ കൊടുക്കും, മാലയൊക്കെ ചാർത്തിയിടും. അങ്ങനെ ഇവർ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മീരാഭായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ആരോടോ കാര്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് കേൾക്കാം. അപ്പോൾ ഇവർ വിചാരിച്ചു മീരാഭായി പൂജാമുറിയിൽ ആരെയോ വിളിച്ച് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിയിട്ട് അവരിങ്ങനെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, മീരാഭായിക്ക് വേറെന്തോ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപവാദങ്ങളൊക്കെ പറഞ്ഞു. മീരാഭായിയുടെ ഭർത്താവ് ആയിട്ടുള്ള ആ ഭോജരാജാവ് ഏതോ ഒരു മുഗൾ ചക്രവർത്തിയുമായിട്ടുള്ള യുദ്ധത്തിൽ 1521 സമയത്ത് ആ വർഷത്തിലാണ് ആ യുദ്ധത്തിൽ മരിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നീട് കൊടും ക്രൂരതകളൊക്കെ ആ മീരാഭായിയുടെ നേരൊക്കെ ഉണ്ടായി. അതായത് ആ മീരാഭായിക്ക് ഒരു ദിവസം ഇതുപോലെ ആരൊക്കെയോ ചേർന്നിട്ട് ഒരു ഇതിൽ വിഷം നിറച്ച് കൊടുത്തു വിട്ടു. വിഷം കൊണ്ട് പായസം, പായസത്തിൽ വിഷം കലർത്തിയിട്ട് മീരാഭായിക്ക് കൊടുത്തു വിട്ടു.
മീരാഭായി എന്നിട്ട് പറഞ്ഞു ഇത് അമൃതമാണ്, നല്ല പായസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല ടേസ്റ്റുള്ള പായസമാണ്, കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു. മീരാഭായി എന്ത് കിട്ടിയാലും ഭഗവാൻ നേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ മീരാഭായി അത് നേരെ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വെച്ചു, അത് നേദിച്ചു. അതിനുശേഷം അത് പ്രസാദമായിട്ട് മീരാഭായി കഴിക്കുകയും ചെയ്തു. ആ വിഷം കുടിച്ചിട്ട് പോലും മീരാഭായിക്ക് ഒന്നും സംഭവിച്ചില്ല. ഭഗവാനിലുള്ള പ്രേമം, ഭഗവാനുള്ള അത്രയ്ക്കധികം ഭക്തി ഉള്ളത് കൊണ്ട് മീരാഭായിയെ ഭഗവാൻ അവിടെ രക്ഷിച്ചു. പിന്നീട് ഒരു ദിവസം ഇതുപോലെ ഒരു പൂക്കൊട്ട ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അത് കൊടുത്തു വിട്ടു. ഇതിൽ നിറച്ച് നല്ല പൂക്കളാണ്, ഭഗവാന് വേണമെങ്കിൽ പൂജയ്ക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. അത് പൂജയ്ക്ക് ഉപയോഗിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തായിരുന്നു? അതിൻ്റെ അകത്ത് ഒരു വിഷസർപ്പമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. മീരാഭായിയുടെ ഇത് കൊടുത്തു. മീരാഭായി കൊട്ട തുറന്നു നോക്കിയപ്പോഴത്തേക്കും കണ്ടത് എന്താണ്? ഒരു ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇങ്ങനെ ഒരു പൂമാല ചാർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു വിഗ്രഹം, അങ്ങനെയുള്ളൊരു വിഗ്രഹമാണ് ആ കൊട്ടയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ പാമ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു കേൾക്കാം, ഭഗവാന്റെ അത്ഭുതങ്ങൾ. മീരാഭായിയെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ പ്രഹ്ലാദനെ ഭഗവാൻ എങ്ങനെയൊക്കെ സംരക്ഷിച്ചോ അതുപോലെ മീരാഭായിയെയും ഭഗവാൻ സംരക്ഷിച്ചു. പിന്നീട് മീരാഭായി ഭഗവാനെക്കുറിച്ച് ഒരുപാട് കവിതകൾ ഉണ്ടാക്കി, ഒരുപാട് ഭജൻസ് പാടായിരുന്നു മീരാഭായി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് എത്രത്തോളം സ്തുതിച്ചാലും മീരാഭായിക്ക് മതിയാവുമായിരുന്നില്ല. അതുകൊണ്ട് മീരാഭായി ഒരുപാട് ഭജനകളൊക്കെ എഴുതി. മീരാഭായിയുടെ പേരിൽ ഒരുപാട് ഭജനകളൊക്കെ പ്രസിദ്ധമാണെന്നും വളരെ പ്രശസ്തമായിരുന്നു ആ കാലത്ത്. മീരാഭായിയുടെ ഭജനകൾ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നീട് ഒരു തവണ മീരാഭായി ഇതുപോലെ വൃന്ദാവനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിലേക്ക് ചെന്ന് അവിടെ ഒരു ഗോസ്വാമി ഇതുപോലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് മീരാഭായി ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ ഗോസ്വാമി പറഞ്ഞു, ഇല്ല, ഞാൻ സ്ത്രീകളെ ആരെയും കാണില്ല കേട്ടോ, അവരോട് പറഞ്ഞോളൂ, ഞാൻ സ്ത്രീകളെ ആരെയും കാണില്ല എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം മീരാഭായി പറഞ്ഞു, ഈ വൃന്ദാവനത്തിലെ എല്ലാവരും സ്ത്രീകളാണ്, ഇവിടെ ആകെ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, അത് ബാലഗോപാലൻ, ഭഗവാനാണ്, ഗിരിധര ഗോപാലനാണ് മാത്രമേ ഇവിടെ പുരുഷനായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ സ്ത്രീകളാണെന്ന് മീരാഭായി മറുപടി കൊടുത്തു. ഇതറിഞ്ഞിട്ട് ഗോസ്വാമിക്ക് ഭയങ്കര നാണക്കേടായി. അദ്ദേഹം എന്നിട്ട് വീണ്ടും വന്ന് മീരാഭായിയെ കാണുകയും മീരാഭായിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ ഭക്തിയായിരുന്നു മീരാഭായിക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട്. ഓരോ ദിവസം ചെല്ലുന്തോറും മീരാഭായിയുടെ ഭക്തി വർദ്ധിച്ചു വന്നു. മീരാഭായി ഭഗവാന്റെ ഭജനയൊക്കെ പാടിയിട്ട് ഇങ്ങനെ ആനന്ദ നൃത്തമാടുമായിരുന്നു. പരിസരമൊക്കെ മറന്നിങ്ങനെ നൃത്തം കളിക്കുകയായിരുന്നു. അങ്ങനെ ഒരു മഹാതപസ്വിനിയെ പോലെ തേജസ്സുറ്റതായി തീർന്നു മീരാഭായിയുടെ ശരീരം. മീരാഭായിയെ കാണുന്നവർക്കൊക്കെ ആകർഷണം ഉണ്ടാവും. കാരണം ഭഗവാന്റെ തേജസ് കൊണ്ട് മനോഹരിയായി തീർന്നിരിക്കുന്നു മീരാഭായി. ഒരിക്കലും എന്നിട്ട് ഇതുപോലെ അവിടുത്തെ ഒരാൾ പറഞ്ഞു, രാജാവാണോ ആരോ ഒരാൾ പറഞ്ഞു, നിന്നെ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര മോശം വന്നിരിക്കുന്നു, ഇങ്ങനെയുണ്ട് ഒരു ഭക്തി, ഇതുകൊണ്ട് ഞങ്ങൾക്ക് അപമാനമാണ്, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇനി മേലും നിന്റെ മുഖം ഇവിടെ കാണരുത്, നദിയിലെങ്ങാനും പോയി മുങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ട് മീരാഭായി അപമാനിച്ചു. മീരാഭായി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഭജനയൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത്. അത് ഒട്ടും സങ്കടം ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞതിലൊന്നും. ഭജനയൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ഇങ്ങനെ നടന്ന് നദിക്കരയിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുകയാണ്. അവിടെ ചെന്ന നദിയിലേക്ക് ഭജനയൊക്കെ പാടി ഇങ്ങനെ നദിയിലേക്ക് ചടാനായിട്ട് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ പൊങ്ങിച്ചപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരു കൈ വന്ന് മീരയെ ചേർത്ത് പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ആരാണ്? താൻ നിത്യവും ആരാധിക്കുന്ന തൻ്റെ പതിയായിട്ട് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ഗിരിധര ഗോപാലൻ, ബാലഗോപാലനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മീരയെ പിടിച്ചിരിക്കുന്നത്. മീരയ്ക്ക് ആനന്ദം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആനന്ദം കൊണ്ട് അനുഭൂതി അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതുപോലെ മീര ഭക്തി പാരവശ്യത്തിൽ ഒഴുകി നിന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു കൃഷ്ണ ജന്മാഷ്ടമി ദിവസത്തിൽ മീരാഭായി ദ്വാരകയിലേക്ക് ചെന്നു. ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിൽ ചെന്ന് ദ്വാരകയിൽ ഭഗവാന്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ അതുപോലെ ഭജനയൊക്കെ പാടി കീർത്തനങ്ങളൊക്കെ ആലപിച്ച് ഭഗവത് പ്രേമത്താൽ ഇങ്ങനെ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീരാഭായിക്ക് പെട്ടെന്ന് തോന്നി, ഗോപാല, നീ എന്നെ വിളിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മീരാഭായി പെട്ടെന്ന് ഭഗവാന്റെ കാൽക്കലേക്ക് പാതാരബന്ധങ്ങളിലേക്ക് വീണു. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഇടിമിന്നൽ, ഒരു മിന്നൽ പിണറൊക്കെ വന്നിട്ട് അന്തരീക്ഷമൊക്കെ മൂടി
ഒരു മിന്നൽ പിണർ വന്നു. പെട്ടെന്ന് ആ ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടഞ്ഞു. പിന്നീട് ആ വാതിലുകൾ തുറക്കുമ്പോൾ ആ മീരാഭായിയുടെ ആ സാരി, ആ മീരാഭായി ഉടുത്തിരുന്ന വസ്ത്രം അത് ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ കിടക്കുന്നു. മീരാഭായി അവിടെ എങ്ങും കാണാനും സാധിച്ചില്ല. ആ മീരാഭായി ആ ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു, ആ ഭഗവാനിൽ ലയിച്ചു ചേർന്നതായിട്ടാണ് പറയുന്നത്. അത്രത്തോളം ഭക്തിയുള്ളൊരു അമ്മയായിരുന്നു ആ മീരാഭായി. ആ മീരാഭായിയുടെയൊക്കെ അത്ര ഭക്തി നമുക്കൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? നമ്മളൊക്കെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഈ ലൗകികമായ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടിയാൽ അന്നേരം കുറച്ച് സമയം ഭഗവാനെ ഓർക്കും. എപ്പോഴെങ്കിലും ഒരു അവധി ദിവസം കിട്ടിയാൽ അന്നേരം നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോകും. എന്നാൽ മീരാഭായിയോ ആ കുറൂരമ്മയോ ആ പൂന്താനം മുത്തച്ഛനോ അവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവർക്കൊക്കെ എല്ലാം ഭഗവാൻ മാത്രമായിരുന്നു. ഭഗവാന് ശേഷം മാത്രമേ മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊക്കെ. അതുപോലെ തീവ്രമായിരിക്കണം ഭക്തി. അതുപോലെ തീവ്രമായ ഉന്മാദമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ആ ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ. ആ മീരാഭായിയെപ്പോലെ, ആ കുറൂരമ്മയെപ്പോലെ എത്രയോ മഹാത്മാക്കൾ, അങ്ങനെയുള്ള മഹാത്മാക്കളെ പോലൊക്കെ അത്രയും ഒന്നും ആയില്ലെങ്കിലും ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കാനും ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാനും ഒക്കെ നമുക്കും അവരിലൊരു അംശമെങ്കിലും നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു കഥയായിട്ട് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ. രാധേശ്യാം. ഹരി ഓം.